അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ അഫ്ളലിർ റുസ്ലി വഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചക പരമ്പരയും കുടുംബവും എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയെ ചരിത്ര ഗവേഷകർ പഠന സൗകര്യാർത്ഥം 3 ഘട്ടമായി തരംതിരിക്കുന്നു. 1. നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള ഉപ്പാപ്പമാർ. 2. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അദ്നാൻ വരെയുള്ള ഉപ്പാപ്പമാർ. 3. അദ്നാൻ മുതൽ പ്രവാചകരുടെ വന്യപിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു വരെയുള്ള ഉപ്പാപ്പമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പേര് ഖുറൈശ് എന്നും വംശനാമം ഹാഷിം എന്നതുമാണല്ലോ. ഖുറൈശ് എന്ന് പേര് വെക്കാനുള്ള കാരണം പ്രവാചക പൂങ്കവരുടെ 10ാമത്തെ ഉപ്പാപ്പയായ ഗാലിബിന്റെ സ്ഥാനപ്പേരായിരുന്നു ഖുറൈശ് എന്നത്. ഗാലിബിന്റെ സന്താനങ്ങളാണ് പിന്നീട് ഖുറൈശികൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ വംശമായ ഹാഷിം എന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3ാമത്തെ പിതാമഹനാണ്. ഹാഷിം എന്ന 3ാം പിതാമഹന്റെ യഥാർത്ഥ നാമം അംർ എന്നായിരുന്നു. ധനാഢ്യനും കുചേലനും അതിലേറെ ധർമ്മിഷ്ഠനുമായിരുന്ന ഹാഷിം ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവനും ജനങ്ങളുടെ ബഹുമാനം ഏറ്റുവാങ്ങിയവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാജിമാരെ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത അദ്ദേഹം ഹജ്ജാജിമാർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിലും ഭക്ഷണം നൽകുന്നതിലും ഒരുപടി മുന്നേ നടന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഹാജിമാർക്കും ഹജ്ജാജുമാർക്കും പത്തിരി ഉണ്ടാക്കിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് സൗഭാഗ്യമുണ്ടായി. പത്തിരി നൽകി സദ്യ നൽകുന്ന സമ്പ്രദായം തുടങ്ങിയ ആളായതുകൊണ്ട് തന്നെ ഹാഷിം അഥവാ പത്തിരി പരത്തുന്നവൻ എന്ന് അർത്ഥം വരുന്ന സ്ഥാനപ്പേരാണ് ജനങ്ങൾ അദ്ദേഹത്തിന് അംറിന് നൽകിയത്. അങ്ങനെ അംറിന്റെ പരമ്പരയിലൂടെ വന്ന ആളുകൾ പിൽക്കാലത്ത് ഹാഷിമികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഹാഷിം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന യാമത്തിൽ സിറിയയിലേക്ക് വ്യാപാരാവശ്യാർത്ഥം യാത്ര പോവുകയുണ്ടായി. യാത്രാമധ്യേ ഇപ്പോഴത്തെ മദീനയിൽ അന്നത്തെ യസ്രിബിൽ എത്തുകയും അവിടെ ഇടത്താവളമാക്കുകയും ബനുന്നജ്ജാർ വംശത്തിൽപ്പെട്ട സൽമ എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. വീണ്ടും യാത്ര തുടരുന്നതിനു മുമ്പ് തന്നെ സൽമ ഗർഭിണിയായി. സൽമയെ തന്റെ കുടുംബത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ സിറിയയിലേക്ക് യാത്ര ചെയ്തു. യാത്രക്കിടെ പാലസ്തീനിലെ ഗസയിൽ വെച്ച് വഫാത്താവുകയും അവിടെ തന്നെ അദ്ദേഹം മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹാഷിമിന്റെ മരണശേഷം ആ ഉത്തരവാദിത്തം, ഹജ്ജാജിമാരെ സ്വീകരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഹാഷിമിന്റെ സഹോദരനായിരുന്ന മുത്തലിബ് ആയിരുന്നു. മുത്തലിബ് 5-6 വർഷം ഈ ഉത്തരവാദിത്തം നടത്തുകയും അങ്ങനെ ഒരിക്കൽ യസ്രിബിന്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. യാത്രാവേളയിൽ അദ്ദേഹം അറിഞ്ഞു തന്റെ സഹോദരനായ ഹാഷിമിന് ഷൈബ എന്ന് പേരുള്ള ഒരു മകനുണ്ട്. നേരത്തെ ഹാഷിം കല്യാണം കഴിച്ച സൽമയിലൂടെ ഉണ്ടായ കുഞ്ഞിന് അവര് ഷൈബ എന്നായിരുന്നു പേര് വെച്ചത്. പേര് വെക്കാനുള്ള കാരണം ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിന്റെ തലയിൽ ഒരു മുടി നിരബാധിച്ചിരുന്നു. അതുകൊണ്ട് നിരച്ചവൻ എന്ന് അർത്ഥം വരുന്ന ഷൈബ എന്ന പേരായിരുന്നു ആ കുഞ്ഞിന് അവർ നൽകിയിരുന്നത്. അങ്ങനെ ഷൈബയെ തേടി മുത്തലിബ് എന്ന ഹാഷിമിന്റെ സഹോദരൻ മദീനയുടെ തെരുവോരങ്ങളിൽ ചെന്ന് ബനുന്നജ്ജാറിനോട് കുട്ടിയെ തിരിച്ചേൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും മാതാവ് സമ്മതിച്ചില്ല. അവസാനം കുട്ടിയെ കഅബ ഷരീഫ് കാണിച്ചു കൊടുക്കണമെന്നും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ കുട്ടിയെ അവർ വിട്ടുകൊടുത്തു. അങ്ങനെ കുട്ടിയെ
തന്റെ വാഹനത്തിന്റെ, മുത്തലിബിന്റെ വാഹനത്തിന്റെ പിന്നിലിരുത്തിക്കൊണ്ട് അവർ മക്കയിലേക്ക് യാത്ര ചെയ്തു. മക്കയിൽ മുത്തലിബ് എന്ന ആളുടെ വാഹനത്തിന്റെ പിന്നിൽ കണ്ട ഈ കുഞ്ഞിനെ ആളുകൾ അബ്ദുൽ മുത്തലിബ് അഥവാ മുത്തലിബിന്റെ അടിമ എന്ന രീതിയിൽ വിളിക്കപ്പെട്ടു. പക്ഷേ മുത്തലിബ് പറഞ്ഞു, ഇതെന്റെ അടിമയല്ല, മറിച്ച് എന്റെ സഹോദരൻ ഹാഷിമിന്റെ പിഞ്ചോമന മകനാണ്, അതുകൊണ്ട് നിങ്ങളവരെ ബഹുമാനിക്കണം. പക്ഷേ ഹാഷിം ആളുകൾ ഇതേ പേരുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. മുത്തലിബ് യമനിലെ റദ്മാൻ എന്ന പ്രദേശത്ത് വെച്ച് വഫാത്തായി. അങ്ങനെ ശേഷം ഈ ഉത്തരവാദിത്തം തന്റെ ബാപ്പാക്കുള്ള അംഗീകാരം നൽകിയതുകൊണ്ട് തന്നെ, ഹാഷിം ജനപ്രിയ നേതാവായതുകൊണ്ട് തന്നെ ആളുകൾ ഹാഷിമിന്റെ പുത്രനായ, സീമന്ത പുത്രനായ അബ്ദുൽ മുത്തലിബ് എന്ന ഷൈബക്ക് ഈ അധികാരം നൽകുകയും ചെയ്തു. ഷൈബ ധാരാളം കാര്യം അഥവാ അബ്ദുൽ മുത്തലിബ് ധാരാളം കാലം ഈ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ 2 സംഭവങ്ങളുണ്ടായി. ഒന്ന് സംസം കിണർ കുഴിച്ചതും മറ്റൊന്ന് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചതും. സംസം കിണർ കുഴിക്കാനുള്ള കാരണം, നേരത്തെ ജുർഹുമുകാര് അവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും സംസമിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു. പക്ഷേ ജുർഹുമുകാർ മക്ക വിട്ടുകൊണ്ട് ജലായിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവർ സംസം കിണർ മൂടിയാണ് യാത്ര ചെയ്തത്. അവരുടെ ആയുധങ്ങളും അവരുപയോഗിച്ചിരുന്ന സ്വർണ സാമഗ്രികളുമൊക്കെ ആ കിണറ്റിൽ മൂടിക്കൊണ്ട് അവർ യാത്ര പോയിരുന്നു. അങ്ങനെ ഖുറൈശികൾക്ക് സംസം കിണർ കാണുവാനോ അതിൽ നിന്ന് വെള്ളം കുടിക്കുവാനോ ഉള്ള അവസരമുണ്ടായിരുന്നില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന റസൂലുള്ളാന്റെ ഉപ്പാപ്പ ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു, സംസം കിണർ കുഴിക്കുവാനും അത് വീണ്ടെടുക്കുവാനുമുള്ള സ്വപ്നം. ആ സ്വപ്നത്തിന്റെ ഭാഗമെന്നോണം സംസം കിണർ കുഴിക്കുന്ന വേളയിൽ അദ്ദേഹം കണ്ടെത്തിയത് ജുർഹുമുകാരുടെ ധാരാളം സമ്പത്ത് അവർ കണ്ടെടുത്തു. മാത്രമല്ല സ്വർണ നാണയങ്ങളും സ്വർണ തളികകളും കണ്ടപ്പോൾ അത് മുഴുവനും കഅബ ഷരീഫിൽ ചാർത്തുവാനും കഅബ ഷരീഫിന് വേണ്ടി ഉപയോഗിക്കുവാനും അബ്ദുൽ മുത്തലിബ് തയ്യാറായി. അങ്ങനെ കിണറിന്റെ പണി ഏകദേശം പൂർത്തിയാകാറായപ്പോൾ അവിടെ വന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, ഞങ്ങളും നിങ്ങളുടെ കൂടെ ഈ ജോലിയിൽ ഏർപ്പെടാമെന്ന്. പക്ഷേ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. കാരണം ഇത് എന്റെ ഉത്തരവാദിത്തമാണ്, ഇത് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണെന്ന് പറഞ്ഞ് അവർ ആ ഉത്തരവാദിത്തത്തിൽ തുടർന്നു. പക്ഷേ ഇതൊരു തർക്കമാവുകയും ഞങ്ങളെ കൂടി പങ്കെടുപ്പിക്കാതെ ഈ ഒരു ദൗത്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഈ തർക്കത്തിന് പരിഹാരം നേടാൻ വേണ്ടി ബനൂ സഅദ് ഗോത്രത്തിലെ ഒരു ജ്യോത്സ്യയായ ഹുദൈം എന്നയാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് നമുക്കിതിന് തീരുമാനമുണ്ടാക്കാം എന്ന് പറയുകയും അങ്ങനെ സിറിയയിലെ ഏറ്റവും പ്രസിദ്ധയായ ഹുദൈമിന്റെ തീരുമാനം ലഭിക്കാൻ വേണ്ടി അവരെല്ലാവരും യാത്രയാവുകയും ചെയ്തു. യാത്രാമധ്യേ മഴ വർഷിച്ചപ്പോൾ ആ മഴ അബ്ദുൽ മുത്തലിബിന് മാത്രം ലഭിക്കുകയും മറ്റുള്ള സഹയാത്രികർക്ക് ലഭിക്കാതിരിക്കുന്ന അവസ്ഥയും ആളുകൾ കാണുകയുണ്ടായി. അതോടെ അവരൊരു കാര്യം മനസ്സിലാക്കി, അബ്ദുൽ മുത്തലിബിന്റെ പ്രത്യേകതയാണ് സംസം കിണറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം, അതുകൊണ്ട് നാം അതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് ഈ മഴ ഇങ്ങനെ വർഷിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുകയും അവർ കഅബ ഷരീഫിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ ആ ജോലി സംസം കിണർ കുഴിച്ച് വെള്ളം കൊടുക്കുന്ന ഉത്തരവാദിത്തം അബ്ദുൽ മുത്തലിബ് പിന്നീട് ഏറ്റെടുത്തു. അവരുടെ ജീവിതത്തിലെ മറ്റൊരു സംഭവമാണ് അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച സംഭവം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു പ്രവാചകരെ പിൻപറ്റുവാനും പ്രവാചകരുടെ ചരിത്രം നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി